നമസ്കാരം. US മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 1.23%, S&P 500 0.64%, നാസ്ഡാക്ക് 0.69% സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക പിടികൂടിയതും അമേരിക്കയിൽ വിചാരണയ്ക്കായിട്ട് കൊണ്ടുവന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമേരിക്കയിലെ എനർജി സ്റ്റോക്കുകളെല്ലാം ഇന്നലെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അമേരിക്കൻ കമ്പനികളാണ് വെനസ്വേലയിൽ എന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതേ തുടർന്ന് എനർജി കമ്പനികളെല്ലാം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. മറ്റൊന്ന് S&P 500 ഫിനാൻഷ്യൽസ് കമ്പനികളെല്ലാം ഏതാണ്ട് 6.7% ഗ്രോത്ത് വരുന്ന വർഷം കാഴ്ചവെക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇത് രണ്ടുമായിരിക്കാം അമേരിക്കൻ ഇൻഡെക്സുകളെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ ഇന്നലെ സഹായിച്ചത്. വെനസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുള്ള ഒരു അനിശ്ചിതത്വം ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഉണ്ട്. എങ്കിൽ പോലും റഷ്യൻ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തും എന്ന തരത്തിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് കമന്റ് ഉണ്ടായെന്ന വാർത്തയുണ്ട്. അതുപോലെ ക്യൂബ, മെക്സിക്കോ, കൊളംബിയ, ഇറാൻ, ഗ്രീൻലാൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പാണെന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ താരിഫ് വീണ്ടും റഷ്യൻ എണ്ണ ഇറക്കുമതിയെ തുറന്ന് ഉയർത്തുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ക്ഷീരോൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് വിപണി തുറന്നു കിട്ടാത്തതിന്റെ ഒരു അമർഷം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഫെബ്രുവരി 1 തന്നെ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അന്ന് ഞായറാഴ്ചയാണ്. പാർലമെന്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഞായറാഴ്ച പ്രവർത്തിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഏതാണ്ട് 44,000 കോടി രൂപ സബ്സിഡി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും ഇന്ത്യൻ റോ മെറ്റീരിയൽസ് തന്നെ കപ്പലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചാൽ അത്തരം കമ്പനികൾക്കൊക്കെ സബ്സിഡി കൊടുക്കാനുള്ള പ്ലാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട്, ഈ ഇലക്ട്രോണിക് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലകളൊക്കെ വരുന്ന വർഷം നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ തന്നെ HDFC തുടങ്ങിയ മിക്ക ബാങ്കുകളുടെയും മിക്ക സ്ഥാപനങ്ങളുടെയും ഗൈഡൻസ് ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്നലെ HDFCയുടെ ഗൈഡൻസ് പുറത്തു വരുന്നു. അമേരിക്കയിലെ ADR ഏതാണ്ട് 6% മൈനസിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും അവിടെ ലോൺ ഗ്രോത്ത് ഏതാണ്ട് 12%, ഡെപ്പോസിറ്റ് ഗ്രോത്ത് 11% കാണിക്കുന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി നമ്പറാണ്. എന്നാൽ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷന് അപ്പുറത്താണ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതേ തുടർന്നായിരിക്കും ഒരുപക്ഷെ HDFC ബാങ്ക് ഇതുപോലെ സെൽ ഓഫ് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, യുഎസിലെ ഫാക്ടറി സെക്ടർ ഏതാണ്ട് 14 മാസത്തെ ലോയിലാണ് എന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ പാം ഓയിൽ ഇമ്പോർട്ട് ഏതാണ്ട് 8 മാസത്തെ ലോയിലാണെന്നുള്ള വാർത്തകളുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ലോൺ ഗ്രോത്ത് നല്ല രീതിയിൽ ഉയർന്നു, ഡിസംബർ ക്വാർട്ടറിൽ നല്ല രീതിയിൽ ഉയർന്നു എന്നുള്ള വാർത്തകളുണ്ട്. കോട്ടൺ ബാങ്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ ഗൈഡൻസ് വന്നു, വളരെ മികച്ച രീതിയിലാണ് ഗൈഡൻസ് വന്നത്. എന്നാൽ ഇൻഡസിൻഡ് ബാങ്കിന്റെ ഗൈഡൻസ് നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ L&T ഫിനാൻസിന്റെ ഗൈഡൻസ് വളരെ നല്ലതാണ്. അതുപോലെ സ്റ്റുഡിയോയുടെ ഗൈഡൻസും ഏതാണ്ട് 17% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ വരുന്നു. അതുപോലെ IEXന്റെ ഇലക്ട്രിസിറ്റി ട്രേഡ് വോളിയം ഏതാണ്ട് 11% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. HDFC AMC ഈ പ്രൈവറ്റ് ക്രെഡിറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിന്റെ FISന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 89% ഇപ്പോൾ ഒരു ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. 71% റീറ്റെയിൽ ട്രേഡേഴ്സ് ലോങ്ങിലാണ് നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിന്റെ പോസിറ്റിവിറ്റിയെ തുടർന്ന് GNX നിഫ്റ്റി ഒക്കെ ഒരു